നമ്മുടെ ജില്ലാ പഞ്ചായത്തുകളിൽ പകുതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഗ്രാമതലങ്ങളിൽ ചില പോരായ്മകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പോരായ്മകളെ വലിയ ഒന്നായി അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു പേടിയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. മൂന്നാം ഗവൺമെൻറ് LDFിൻ്റെ മൂന്നാം ഭരണം സാധ്യമാവണമെങ്കിൽ നമ്മുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന VTP മുസ്തഫയെ കൂടി വലിയ ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് ജയിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ VTP മുസ്തഫ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്നും എല്ലാ മേഖലകളിലും കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ വ്യാപരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്നും നമുക്ക് അറിയാവുന്നതാണ്. സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. സിദ്ധാന്തമില്ലാത്ത പ്രയോഗം അന്ധമാണ് എന്നും പ്രയോഗമില്ലാത്ത സിദ്ധാന്തം ബന്ധ്യമാണ് എന്നും കാൾ മാർക്സിന്റെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. എന്നാൽ VTP മുസ്തഫ സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും തൻ്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 1901 മുതൽ 2000 വരെ കേരളത്തിലെ സാഹിത്യ രംഗത്തുണ്ടായ ചലനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കേരള സാഹിത്യ അക്കാദമി 2 വോളിയങ്ങളുള്ള ഒരു ബൃഹത് ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ബൃഹത് ഗ്രന്ഥയുടെ നിർമ്മിതിയിൽ അതിൻ്റെ ഗവേഷണ സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു VTP മുസ്തഫ. അത് പ്രസിദ്ധീകരിച്ചിട്ട് ഏതാണ്ട് 26 വർഷമായി. 26 വർഷങ്ങൾക്ക് മുമ്പ് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ മുസ്തഫയുടെ പ്രായം ഏതാണ്ട് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം ഗവേഷണ പ്രവർത്തനങ്ങളിലും സാഹിത്യ പ്രവർത്തനത്തിലൊക്കെ മുഴുകിയിരുന്ന ഒരാളാണ് മുസ്തഫ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, CV ശ്രീരാമൻ അന്ന് സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹിയായിരുന്നു. CV ശ്രീരാമൻ മുസ്തഫയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇതിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ശരിക്കും നേതൃത്വം കൊടുക്കുന്നത് മുസ്തഫയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് MT വാസുദേവൻ നായരായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ, അത് മാത്രമല്ല, അതിനുശേഷം നിങ്ങൾക്കറിയാം, ഇപ്പോൾ തൃക്കരിപ്പൂർ ഭാഗത്ത് സുസമ്മതനായിട്ടുള്ള ഒരാളാണ് മുസ്തഫ. അദ്ദേഹം അടുത്ത കാലത്ത് 2 പ്രധാനപ്പെട്ട വ്യക്തികളുടെ സംഭാവനകൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി, നേതൃത്വം കൊടുക്കുകയുണ്ടായി. ഒന്ന് VK രവീന്ദ്രൻ്റെയാണ്. മുസ്തഫയുടെ രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന ആളാണ് VK രവീന്ദ്രൻ എന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടും അദ്ദേഹം അത്തരം ഒരു പുസ്തകം ഇറക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് TPK പൊതുവാൾ മാഷാണ്. TPK പൊതുവാൾ മാഷിൻ്റെ സാഹിത്യ സംഭാവനകൾ ഇപ്പോഴും നമ്മൾ ഗൗരവമായി കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതാണ്ട് 10-60-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിലധികം വരും. അദ്ദേഹം ഒരു മാതൃകാധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു പുസ്തകവും അടുത്ത കാലത്ത് ഇറങ്ങുകയുണ്ടായി. ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് മുസ്തഫ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും എങ്ങനെയൊക്കെയാണ് മുസ്തഫ വ്യത്യസ്തനാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരാളാണ്
തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ നമ്മുടെ സ്ഥാനാർത്ഥി. അപ്പം അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സംഗമത്തിന്, സാംസ്കാരിക സംഗമത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണെന്ന് നമുക്ക് അറിയാം. ഈ സംഗമത്തിൽ ഞാനിങ്ങനെ അധികം സംസാരിക്കുന്നത് ശരിയല്ല, ഒട്ടനവധി ആളുകൾ ഇവിടെയുണ്ട്. കഥാശരീരത്തിൽ അതിൻ്റെ ഓരോ കോശങ്ങളിലും, ആ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും രാഷ്ട്രീയം ഒരു പ്രാണവായു പോലെ സന്നിവേശിപ്പിക്കാൻ കഴിവുള്ള കഥയെഴുത്തുകാർ ഈ വേദിയിലുണ്ട്. പ്രസിദ്ധരായ നോവലിസ്റ്റുകളുണ്ട്, നിരൂപകരുണ്ട്. ഇപ്പോൾ നേരത്തെ രവി പറഞ്ഞ വയലാർ അവാർഡ് നേടിയിട്ടുള്ള ഒരു നോവലിസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ മാതങ്കലീല പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുള്ള ഒരു നോവൽ ആണ് മാതങ്കലീല. 23-ാം തീയതി അത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് സന്തോഷ് ഏച്ചിക്കാനത്ത്. അശോകനാണെങ്കിലും സന്തോഷാണെങ്കിലും ഈ നോവലിനേക്കാളും അവരുടെ ചെറുകഥകൾ കൊണ്ട് നമ്മെ വലിയ രീതിയിൽ ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത രണ്ട് പ്രമുഖ വ്യക്തികളാണ്. അതുപോലെ ഷാജികുമാർ, യുവാക്കളുടെ ഹരമാണ് ഷാജികുമാർ. അദ്ദേഹത്തിൻ്റെ മരണവശം ഇപ്പോൾ ദേശാഭിമാനി വാരികയിൽ തളം എന്ന് പറയുന്ന നോവൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, എഴുത്തുകാരുണ്ട്, അതുപോലെ നിരൂപകരുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജഗോപാലൻ മാഷിൻ്റെ ഓടക്കുഴൽ അവാർഡ് നേടിയിട്ടുള്ള ഉൾക്കഥ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. വളരെ മനോഹരമായ കവറോടുകൂടിയാണ് അത് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തകരായ എഴുത്തുകാർ തന്നെ ആളുകൾ പറയുന്നുണ്ട്. നമ്മുടെ പ്രസിദ്ധനായ ചിത്രകാരൻ രവീന്ദ്രൻ ഇവിടെയുണ്ട്. വളരെ മുമ്പ് തന്നെ പുരോഗമന കലാ സാഹിത്യത്തിൻ്റെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന രവീന്ദ്രൻ ഇന്ന് ഇവിടെ നടന്നിട്ടുള്ള ചിത്രകാരന്മാരുടെ സംഗമത്തിന് നേതൃത്വം കൊടുക്കുകയും ഒട്ടനവധി നല്ല ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഗമം കഴിഞ്ഞു പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ ഇരിക്കുന്ന ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആൾക്കാർക്കും മുസ്തഫയെ വിജയിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിന് പുറത്ത് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ എല്ലാ മനുഷ്യരുടെ മുക്കിലും മൂലയിലുമുള്ള മനുഷ്യർക്ക് ഈ സംഗമത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ഇവിടെ വന്നു വരുന്ന വാക്കുകൾ, വർണ്ണങ്ങൾ, വരകൾ, വാദ്യങ്ങൾ, പാട്ട് ഒക്കെ ഇവിടെ ഈ ഹാളിൽ വെച്ച് അവസാനിപ്പിച്ച് യോഗ അവസാനിപ്പിക്കുമ്പോൾ പോകേണ്ടതല്ല എന്ന് ഏറ്റവും ചുരുങ്ങിയത് ഏപ്രിൽ 9-ാം തീയതി വരെയെങ്കിലും ഇത് കെടാതെ നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കണമെന്നും ആളുകളുമായിട്ട് അത് വിനിമയം ചെയ്യണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ നടത്തുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്തും പ്രഗത്ഭനായ എഴുത്തുകാരനുമായ അശോകൻ ചെരുവിനെ ക്ഷണിക്കുന്നു.